അടുത്ത നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ മിൽക്ക് ക്യാൻ ആണ്. മിൽക്ക് ക്യാൻ നോക്കിയാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS-ലാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാലിന്റെ ക്വാളിറ്റി മാറാതെ അങ്ങനെ തന്നെ ഇരിക്കും. ഇതിൽ വേറെ എന്താണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ NRV വാൾവ്. ഈ NRV വാൾവ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ പാല് കറക്കുന്ന സമയത്ത് ക്യാൻ ഫില്ലായി കഴിഞ്ഞാൽ കറവ ഓട്ടോമാറ്റിക്കലി തന്നെ സ്റ്റോപ്പ് ആകും. നമ്മൾ മാത്രമാണ് ഈ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ വേറെ ആരും കൊടുക്കാത്ത പൾസെറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. വെറും പൾസെറ്ററല്ല, വാട്ടർ പ്രൂഫ് പൾസെറ്ററാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഇതിൽ മേജർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS-ലാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ മറ്റുള്ളിടങ്ങളിലൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് MS-ലും പ്ലാസ്റ്റിക്കിലൊക്കെ ആയിരിക്കും കൊടുക്കുക. ഇപ്പം MS-ലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകും. അപ്പം നമുക്ക് മെഷീൻ ഒരുപാട് ഓടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തേഞ്ഞു പോകാതെയും തുരുമ്പ് പിടിക്കാതെയൊക്കെ ഇരിക്കാനായിട്ടാണ് നമ്മൾ SS-ൽ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ SS-ൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ ഒരുപാട് കാലം ഓട്ടിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കാന്ന് വെച്ചാൽ പശുവിന്റെ അകിടിലിടുന്ന ലൈനർ ആണ്. ലൈനർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 27 mm ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പശുവിന്റെ അകിടിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു പ്രശ്നവും വരില്ല. കാരണം നമ്മൾ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീത്ത് കപ്പ് ആണ്. ടീത്ത് കപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ SS ഫുഡ് ഗ്രേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ചില സമയത്ത് ഇപ്പൊ നമ്മൾ പശു ചവിട്ടുക അല്ലെങ്കിൽ ഇപ്പൊ താഴെ വീണാലോ അങ്ങനെ പൊട്ടി പോകുന്ന പ്രശ്നങ്ങളില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിരിക്കും.